ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. ആലപ്പുഴ തണ്ണീർമുക്കം സ്വദേശിയായ 10 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, ഒരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് ഈ രോഗം സ്ഥിരീകരിച്ചയാളുടെ ആരോഗ്യനില? വിവരങ്ങൾ എന്താണ് അശ്വിൻ പാലാഴി? റിജിത്ത്, ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് ആദ്യമായാണ് ഒരു അമീബിക് മസ്തിഷ്ക ജ്വരം ഇവിടെ സ്ഥിരീകരിക്കുന്നത്. തണ്ണീർമുക്കം സ്വദേശിയായ 10 വയസ്സുകാരനാണ് ഇന്ന് വൈകിട്ടോടുകൂടി ഈ പരിശോധനാ ഫലം വന്നതോടുകൂടി ഈ മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ജില്ലാ ഭരണകൂടം കടുത്ത ജാഗ്രതയാണ് ആലപ്പുഴ ജില്ലയിൽ നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നീന്തൽ കുളങ്ങളും കായലുകളിലുമൊക്കെ കൂടുതലായി ആളുകൾ ഇറങ്ങുന്ന സ്ഥലമാണ്. AC റോഡിലടക്കം ഈ കായലുകളിലേക്ക് കൂടുതൽ ആളുകൾ ജലസ്രോതസ്സായി ഉപയോഗിക്കുന്നതും ഈ കായലുകളും കനാലുകളും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ കടുത്ത ജാഗ്രതയാണ് നിലവിൽ ആലപ്പുഴ ജില്ലയിൽ നൽകിയിരിക്കുന്നത്. തണ്ണീർമുക്കം സ്വദേശിയായ 10 വയസ്സുകാരനാണ് നിലവിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. വൃത്തിയില്ലാത്ത കുളങ്ങളിലും ജലാശയങ്ങളിലും ഒപ്പം വെള്ളക്കെട്ടുകളിലുമൊക്കെ ക്ലോറിനേഷൻ നടത്താത്ത സ്വിമ്മിംഗ് പൂളുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്യരുത് എന്നുള്ള കർശന നിർദ്ദേശം ഇന്ന് രാത്രിയോടുകൂടി ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒപ്പം ആലപ്പുഴ ജില്ലയുടെ പല പ്രദേശങ്ങളിലും നീന്തൽ പരിശീലന കേന്ദ്രങ്ങളുണ്ട്. ഇവിടെ നീന്തൽ കുളങ്ങൾ അടിയന്തരമായി തന്നെ ക്ലോറിനേറ്റ് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. ഇതടക്കം ഈ രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കർശന ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. എന്തായാലും 10 വയസ്സുകാരനാണ് നിലവിൽ ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.